അസം കലാപം ബാക്കി വച്ചത് എന്ത് എന്നതിൻ്റെ നേർചിത്രമാണ് കൊച്ചി ബിനാലയിലെ ദ ക്വൈറ്റ് വെയ്റ്റ് ഓഫ് ഷാഡോസ്. ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ട് അവിടെ. അസം കലാപത്തിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വിമർശന വിധേയമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ. ധീരജ് റാഭ എന്ന 30-കാരനാണ് കുടിയിറക്കലും ഉൾക്കരുത്തും പ്രമേയമാക്കിയ ഈ ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയത്. ആ വിശേഷങ്ങളിലേക്ക്. ഒറ്റ നോട്ടത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടം. പക്ഷെ അടുത്തെത്തുമ്പോൾ അറിയാം, വെളുത്ത പല്ലുകൾ വിടർത്തി ഇരയെ കാത്തു നിൽക്കുന്ന ഇരപിടിയൻ ചെടികളാണ് അവ. ധീരജ് റാഭയുടെ കാഴ്ചയിൽ ഇവയെല്ലാം മാധ്യമങ്ങളാണ്. മരക്കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാച്ച് ടവറുകളിലേക്ക് ആർത്തിയോടെ നോക്കി നിൽക്കുന്ന കാർണിവസ് പൂവുകൾ. വാച്ച് ടവറിനുള്ളിൽ നിന്ന് കേൾക്കുന്നത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസമിൽ പ്രവർത്തിച്ചവരുടെ ഓർമ്മകളും നഷ്ടങ്ങളുമാണ്. പൂവുകൾക്കുള്ളിൽ നിന്ന് വരുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന മൂളലുകൾ കാരണം വാച്ച് ടവറിലെ സംഭാഷണങ്ങൾ കേൾക്കാനാകുന്നില്ല. Here the small scale watch towers. Inside there's a videos and the interviews of that ex-militant group and how they are sharing about their experience in the time of insurgency in Assam. And these are like very beautiful and creepy as well. It looks carnivorous plants which have the speakers of actually news or like how they are how they are actually sharing their insurgency time stories in a very different way. So the two contrast stories were here. സമീപത്തു തന്നെ കത്തിക്കരിഞ്ഞ വീടിന്റെ ഇൻസ്റ്റലേഷനും ധീരജ് തയ്യാറാക്കിയിട്ടുണ്ട്. അന്ന് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും ചിത്രങ്ങളും പലയിടത്തായി കത്തിക്കരിഞ്ഞു കിടക്കുന്നു. 1982-നും 2000-നും ഇടയിലെടുത്ത ചിത്രങ്ങൾ ക്യാമ്പുകളിലെ ജീവിതമാണ് കാണിക്കുന്നത്. സത്യത്തിന് മുകളിൽ നുണ കോലാഹലം കൂട്ടുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളമെന്ന് കാണിച്ചു തരികയാണ് സൂരജ് റാഫയുടെ ഇൻസ്റ്റലേഷൻ. ക്യാമറാമാൻ ജിതിൻ ജോസിനൊപ്പം സൈഫുന്നിസാലിയർ, ന്യൂസ് മലയാളം, കൊച്ചി.